ഇതാണെങ്കിൽ ഞാൻ കുറേ ദിവസം മുമ്പെടുത്ത വീഡിയോ കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇച്ചിരി പനിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ അവന് ട്യൂഷൻ സെൻറ്ററിലാക്കിയിട്ട് മുഖത്തിലെ ക്ഷേത്രത്തിൽ കയറി അവിടെ ഉത്സവം നടക്കുന്നുണ്ട്, തൊഴുതിട്ടൊക്കെ വരാമെന്ന് വെച്ചു. ഞങ്ങളിത് അങ്ങോട്ട് കയറി പോകുമ്പോൾ വഴി മൊത്തം കച്ചവടക്കാരാട്ടോ. ഈ ബാഗ് ഉണ്ടല്ലോ, അത് വെറും 100 രൂപയുള്ളൂ കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണെന്ന് അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നത്. അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ക്വാളിറ്റി ഇല്ല മേടിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞതാണ് നല്ല ബാഗാണ്. പിന്നെ ദാ വള, മാല, കമ്മൽ എന്ന് വേണ്ട ഏതെടുക്കണം എന്തെടുക്കണം എന്നാകെ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ കേട്ടോ. അത് അടിപൊളി മാലയും കമ്മലും ഈ ഹിന്ദിക്കാരൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ കൊണ്ടുവന്ന് ഇത് കച്ചവടം ചെയ്യുന്ന. നല്ല സെലക്ഷൻ ആയിരുന്നു കേട്ടോ കമ്മലിനൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു തൊഴുതിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങ് നേരെ തൊഴാനായിട്ട് അകത്ത് കയറി കേട്ടോ. അകത്ത് ചെന്നപ്പോൾ ഭയങ്കര ക്യൂ, എവിടെ നിന്നാണ് ക്യൂ തുടങ്ങുന്നതെന്ന് പോലും അറിയാം. എങ്ങനെ തപ്പിപ്പിടിച്ച് ക്യൂവിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചെന്ന് നിന്ന് അപ്പോൾ അകത്ത് ഒരു അനക്കവും ഇല്ല. ക്ഷേത്രമൊക്കെ അടച്ചിട്ടിരിക്കുക, അകത്തെന്തോ പൂജ നടക്കുന്നുണ്ട്. ഞങ്ങൾ ക്യൂ നിന്നിട്ട് തൊഴാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ മോൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾ എവിടാന്ന് പോലും ഞങ്ങൾക്ക് ക്യൂവിൽ ആയി പോകത്തേ ഉള്ളൂ, അകത്ത് കയറത്തില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉണ്ണാനുള്ള ക്യൂവിലോട്ട് പോയി നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ചോറിനാനായിട്ട് പോയി നിന്ന് കേട്ടോ. അപ്പോൾ എവിടുന്ന് തുടങ്ങണമെന്ന് പോലും എവിടാണ് എന്തെന്നറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അമ്പലത്തിന് ചുറ്റും കറങ്ങി വന്നപ്പോഴേ കിട്ടിയത്. ക്യൂവിലങ്ങ് നിന്നു. പിന്നെ അപ്പോൾ അവിടുത്തെ അമ്പലം ഭാരവാഹികളുണ്ടല്ലോ, അപ്പോൾ അവരവിടെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് തൊഴാൻ നിൽക്കുന്നവർക്കും ഉണ്ണാൻ നിൽക്കുന്നവർക്കും 2 ക്യൂ. അപ്പോൾ തൊഴാൻ നിൽക്കുന്ന അമ്മമാർക്ക് അമ്പലത്തിനകത്ത് പൂജ നടക്കുന്നുണ്ട്, ക്ഷേത്രമൊക്കെ അടച്ചിട്ടിരിക്കുക. അപ്പം എല്ലാവരും ക്യൂ പുറത്ത് നിൽക്കുക. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 1 മണിയായപ്പോഴാണ് ചോറൊക്കെ കിട്ടി. അങ്ങനെ മിച്ചുമോൻ്റെ ചോറ് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് ഞങ്ങളും ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ചോറൊക്കെ കൊണ്ടിട്ട് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കമ്മലൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ചോറൊക്കെ ഉണ്ട്, അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എത്രയേ ഉള്ളൂ. ടാറ്റാ.